ശ്രീ ജേക്കബ് ജോർജ്, ഒരൊറ്റ കാര്യം ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. അതായത് ഇപ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഇനി ഏത് ഏജൻസിയാണെങ്കിലും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക, അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ഇതാ SITയും ആ രീതിയിൽ തന്നെ കാര്യങ്ങളോട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നമുക്കറിയാം, താങ്കൾക്ക് കൃത്യമായി അറിയാവുന്നതുപോലെ ഇതൊരു സാധാരണ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമല്ല. സർക്കാരിൻ്റെ കീഴിലെ ഒരു സാധാരണ ആരോഗ്യ വകുപ്പിലോ വിദ്യാഭ്യാസ വകുപ്പിലോ ട്രാൻസ്പോർട്ട് വകുപ്പിലോ ഒരു കാര്യം, ഒരു അഴിമതിയോ ഏതെങ്കിലും തരത്തിലൊരു മോഷണമോ നടക്കുന്നത് പോലെയുള്ളൊരു കാര്യമല്ല, ഒരു പ്രവർത്തനം നടക്കുന്നതിൻ്റെ കാര്യമല്ല. ഇത് ദേവസ്വത്തിൻ്റെ കാര്യമാണ്. ഒരു പ്രത്യേക ബോർഡാണ് ദേവസ്വം കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ ബോർഡിൻ്റെ കാര്യങ്ങൾ കാലാകാലങ്ങളിലായി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ പല ഘട്ടങ്ങളായി വരാറുണ്ട്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ചില കഥകൾ ഇനി പറയാനുണ്ട്, വരേണ്ടി വരും. പല കഥകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സമ്പത്ത് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവിടെയുണ്ട്. ദേവസ്വം ബോർഡ് ദേവൻ്റെ കാര്യങ്ങളാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഇടമാണ്. ആ ഇടത്ത് സാധാരണ ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ട്. അവതാരങ്ങൾ പല കാലങ്ങളായി ഉണ്ടായിട്ടുണ്ട്. ആ അവതാരങ്ങളൊക്കെ ഒരൊറ്റക്കാലത്ത് മാത്രമായി ഉണ്ടാക്കപ്പെട്ടുള്ള കാര്യങ്ങളല്ല. ഇത് നമുക്കറിയാം, സ്പോൺസർ എന്ന പേരിലാണ് ഇവിടെ അവതാരത്തിന് സ്പേസ് ഉണ്ടാകുന്നത്. സാധാരണ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്പോൺസേഴ്സ് സാധ്യത കുറവാണ്. സ്പോൺസർമാരുണ്ടാകുമായിരിക്കും, എന്നാൽ കുറച്ചുകൂടി ഒരു വ്യവസ്ഥാപിതമായ രീതി ഉണ്ടാകും. ഇവിടെ ഏതൊരു ഭക്തനും അല്ലെങ്കിൽ പണക്കാരനായ, താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കോടീശ്വരന് പ്രത്യേകിച്ച് ഇടപെടാൻ പറ്റുന്ന ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഇടമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖല കൂടിയാണ്. അതാരൊക്കെ കണ്ണുവച്ചിട്ടുണ്ടാകും പല കാലങ്ങളായി എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ കണ്ടുപിടിച്ച് വരേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലേക്ക് മാത്രമല്ല, അവതാരങ്ങൾ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതിലെന്തൊക്കെ ഇടങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അവർ ഇനി അങ്ങോട്ട് ഇവിടെ താവളങ്ങളാക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇതൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരണം. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി, അന്വേഷണം നടന്ന് കൃത്യമായ റിപ്പോർട്ട് വന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അല്ലെങ്കിൽ ഇതാരൊക്കെ ഹൈജാക്ക് ചെയ്യുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് തോന്നുന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. കേരള പോലീസ്, നമ്മൾ അടുത്ത കാലത്തെ ചില വലിയ കേസുകളൊക്കെ നോക്കിയാൽ കേരള പോലീസിനെ അന്വേഷിക്കാൻ ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും മികച്ച അന്വേഷണ മികവുള്ള ഒരു പോലീസ് സംഘമാണ് കേരളത്തിലത്. പോലീസ് സേനയാണ് കേരളത്തിലത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഏത് പിടികിട്ടാപ്പുള്ളിയെയും രാമായണം പിടികൂടി കൊണ്ടുവന്ന കഥ, ഈവൻ സൈബർ സെക്യൂരിറ്റി വിഷയത്തിൽ പോലും ഒറീസയിലും അങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിലും എവിടെ പോയി ഒളിച്ചാലും പിടിച്ചു വരുവാനുള്ള ശേഷി കേരള പോലീസിനുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാരമാണ്. ഇത് പ്രതികളൊക്കെ ശബരിമലയിലുള്ളവരാണ്. ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരായിട്ട് ശ്രീ അയ്യപ്പൻ്റെ സേവകരായിട്ട് അഭിനയിക്കുന്നവരാണ്. അവരാണ് അവിടെ സ്വാമിയുടെ സ്വർണ്ണാഭരണങ്ങൾ കട്ടെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവരെ മേൽക്കൂര അടിച്ചുകൊണ്ട് പോയില്ലല്ലോ. അവിടേക്കാണ് 10-40 കിലോ സ്വർണ്ണം ഇരിപ്പുണ്ട്, മേൽക്കൂരയും ഒക്കെ ആയിട്ട്. അവിടെയൊക്കെ സ്വർണ്ണം പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് അടിച്ചുകൊണ്ട് പോകാഞ്ഞത് നമ്മുടെയും ശബരിമലയുടെയും ഭാഗ്യം എന്നേ പറയേണ്ടൂലേ. ശരിക്കും ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു നടന്നപ്പോഴും അദ്ദേഹം വഴിനീളെ പൂജ നടത്തിയപ്പോഴും പൂജ നടത്തുന്നത് കാശ് പിരിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയൊക്കെ കാശും പിരിച്ച് ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു, ഹൈദരാബാദിൽ കൊണ്ടുപോകുന്നു, ചെന്നൈയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്നൊക്കെ എന്തുമാത്രം അയ്യപ്പ ഭക്തരാണെന്നറിയാമോ ശബരിമലയിൽ വരുന്നത്? അയ്യോ, ധാരാളം പേർ അവിടെ ശരണം വിളിച്ച് മല കയറി വരുന്ന പണക്കാരധികവും അവിടെ കുറ്റിയടിച്ച് കിടക്കുന്ന ഏജൻറ്റുമാർ ഇഷ്ടം പോലെയുണ്ട് ശബരിമല. ഒരു കാര്യം പറയാം, ശബരിമല പലർക്കും ഒരു ഭക്തരുടെ കേന്ദ്രമാണെങ്കിൽ പോലും അതൊരു വലിയ കച്ചവട കേന്ദ്രം കൂടിയാണ്. അതിനെ കച്ചവട കേന്ദ്രമാക്കിയവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് സ്വന്തം സ്വർണ്ണം, അവിടുത്തെ ശബരിമലയിലെ സ്വന്തം സ്വർണം
അടിച്ചു മാറ്റാൻ ശേഷിയുള്ള വലിയ ഭീകരന്മാരാണ് അവർ. അത് കണ്ടുപിടിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. ആ രംഗത്ത് വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള നീക്കം, യാതൊരു സംശയമില്ല. കാരണം അതിനകത്ത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. ഹൈക്കോടതി കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് വിജിലൻസ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ട് അവർ വളരെ വിദഗ്ധമായിട്ട് വായിച്ചു നോക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വായിച്ചു നോക്കുകയും അതനുസരിച്ച് പ്രത്യേക കമ്മിറ്റികളൊക്കെ പാസ്സാക്കുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ നീങ്ങുന്നത്. വളരെ എളുപ്പമാണ് ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ. എളുപ്പമാണ്. അവരുടെ തൊട്ട് മുമ്പിൽ തന്നെയുണ്ട് പ്രതികൾ. ആ പ്രതികളെ ഒന്നും ചോദ്യം ചെയ്യേണ്ടതേ ഉള്ളൂ. മണിക്കൂറുകൾ. കേരള പോലീസിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കേരള പോലീസിന് തന്നെ കഴിവുണ്ട്, മികവുണ്ട്, തൻ്റെ ഇടമുണ്ട്, ശക്തിയുണ്ട്, കരുത്തുണ്ട്. അതുകൊണ്ട് കേരള പോലീസിനെ സംബന്ധിച്ച് ഇതിനൊന്നും ഒരു പ്രയാസവുമുള്ള ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് മുഴുക്കുകയും കണ്ടുപിടിച്ച് കൈത്തരാൻ ഹൈക്കോടതി പറഞ്ഞേക്കുന്ന സമയമൊന്നും 6 മാസം അത്രയൊന്നും സമയമൊന്നും ആവശ്യമില്ല. വളരെ നിസ്സാരമായിട്ട് തന്നെ കേരള പോലീസ് ഇത് കണ്ടുപിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആർക്കും ആശങ്കയും വേണ്ട. യെസ്.